പാണക്കാട് കുടുംബത്തിനെതിരെ നീക്കം നടക്കുന്നുവെന്ന മുസ്ലിം ലീഗ് നേതാക്കളുടെ പരാമർശങ്ങൾക്ക് പരോക്ഷ മറുപടിയുമായി പാണക്കാട് മൊയ്നലി തങ്ങൾ. ഇത്തരം തോന്നലുകൾ പ്രായത്തിൻ്റെതാണെന്ന് പരിഹാസം. നേതാക്കൾ സ്ഥാനമാനങ്ങളിൽ കടിച്ചു തൂങ്ങി കിടക്കരുതെന്നും താഴ്ന്നു കൊടുക്കാൻ മനസ്സ് കാണിക്കണമെന്നും മൊയ്നലി തങ്ങൾ പറഞ്ഞു. ഇവിടെ ആരും കൊമ്പിൻ്റെ ചില്ല വെട്ടാനും പോകുന്നില്ല. സൂര്യൻ്റെ വിഷയം ഇവിടെ ഇല്ല, മേഘങ്ങൾ വരുന്ന വിഷയമൊന്നുമില്ല. അതൊക്കെ ഒരു തോന്നലാണ്. പ്രായം ആകുന്നതിനനുസരിച്ച് നമുക്ക് മങ്ങലുകൾ വരും, കാഴ്ചകൾ. അപ്പോൾ അതൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ മാറും. പാണക്കാട് കുടുംബത്തിൻ്റെ ചില്ലയും കൊമ്പും വെട്ടാൻ ആരെയും അനുവദിക്കില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പാണക്കാട് കുടുംബത്തിൻ്റെ സ്വാധീനമുള്ളിടത്തൊക്കെ കുറച്ച നേതൃത്വവും അതുപോലെ തന്നെ കമാൻഡിങ്ങുമായി ഇന്നും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അത് സമൂഹത്തിനുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഗുണം കുറച്ചൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ആ ലീഡർഷിപ്പിൽ അതിനോളം ഉയരാൻ നോക്കുക എന്നല്ലാതെ അതിൻ്റെ കൊമ്പും ജില്ലയും മുറിക്കാൻ വേണ്ടി ആരും തന്നെ തയ്യാറാവേണ്ടതില്ല. കാരണം അത് സമൂഹത്തിൻ്റെ സ്വത്താണ്. മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ ഖരീം ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി തത്സമയം ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. MSFന്റെ പൈതൃകം എന്ന് പറയുന്ന പരിപാടി കഴിഞ്ഞ ദിവസമാണ് പാണക്കാട് സമാപിച്ചത്. ഇതിന്റെ സമാപന വേദിയിൽ വെച്ചായിരുന്നു പാണക്കാട് കുടുംബത്തിന്റെ പ്രാധാന്യത്തെ വാനോളം വിളിച്ചോതി പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു പരാമർശം നടത്തിയത്. പാണക്കാട് കുടുംബത്തിന്റെ ചില്ലയും കൊമ്പും വെട്ടാൻ ആരെയും അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പരാമർശം. ഇതിനാണ് ഇപ്പോൾ മൊയ്നലി തങ്ങളും പാണക്കാട് മൊയ്നലി തങ്ങളും മറുപടിയുമായി വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ആരും ഇവിടെ കൊമ്പും ചില്ലയും ഒന്നും തന്നെ വെട്ടാനൊന്നും പോകുന്നില്ല, അതൊക്കെ ചിലരുടെ വെറും തോന്നലുകൾ മാത്രമാണ്. പ്രായമാകുന്നതിനനുസരിച്ച് കാഴ്ചകളോട് മങ്ങൽ വരും, അത് ട്രീറ്റ്മെന്റ് ചെയ്താൽ മാറുമെന്നുള്ള ഒരു പരിഹാസമാണ് ഇപ്പോൾ മൊയ്നലി തങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ഏറെ നാളായി ഈ സമസ്തയും ലീഗും തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ സമസ്തയിലെ ലീഗ് വിരുദ്ധരായിട്ടുള്ള ആളുകളും തമ്മിൽ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇവരെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഈ പരാമർശം ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിന് പാണക്കാട് നിന്ന് തന്നെ ഈ സമസ്തയുടെ പക്ഷത്ത് ചേർന്നുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിക്കും സാധ്യത തങ്ങൾക്കും എതിരെയുള്ള ഒരു പരോക്ഷ വിമർശനവും മറുപടിയുമാണ് ഇപ്പോൾ മൊയ്നലി തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ സംസാരിച്ച MP അബ്ദുൾ സമദ് സമദാനിയുടെ പരാമർശം ഉണ്ടായിരുന്നു. ചന്ദ്രനോളം ഉയരത്തിലുള്ള പാണക്കാട് കുടുംബത്തെ ആർക്കും സ്പർശിക്കാനാവില്ല എന്നുള്ളതായിരുന്നു സമദാനിയുടെ പരാമർശം. ഇതിനും പരോക്ഷമായി തന്നെ ഈ മൊയ്നലി തങ്ങൾ മറുപടി പറയുന്നത്. അദ്ദേഹം പറയുന്നത് ചന്ദ്രനെയും സൂര്യനെയും മറച്ചു പിടിക്കാൻ ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളതായിരുന്നു മൊയ്നലി തങ്ങളുടെ മറുപടി. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പാണക്കാട് കുടുംബത്തെ വാനോളം പുകഴ്ത്തിയും അതുപോലെ തന്നെ പ്രൊട്ടക്ട് ചെയ്തും സംസാരിച്ച നേതാക്കൾക്ക് പാണക്കാട് നിന്ന് തന്നെ ഒരു വിമർശനം ഉണ്ടാകുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. മലപ്പുറം കാടപ്പടിയിൽ നടന്ന ഒരു സമസ്തയുടെ തന്നെ ആദർശ സമ്മേളനത്തിലാണ് മൊയ്നലി തങ്ങൾ പരാമർശം നടത്തിയിരിക്കുന്നത്. ഏതായാലും ഇതുമായി വരും ദിവസങ്ങളിൽ ഇതിന്റെ അലയൊലികൾ ഉണ്ടാകുന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു സമീർ ബിൻ ഖരീം.